അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരാളാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ എങ്കിൽ ഇന്ന് ഈ നിമിഷം അദ്ദേഹം രാജിവെക്കും. അതായത് കർണാടകയിൽ ഇത്രയും വലിയ ഭൂമി കുംഭകോണത്തിൽ അധ്യക്ഷൻ ചന്ദ്രശേഖരനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കർണാടക സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ BPL സ്വന്തമാക്കിയത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള വിവരമാണ് അക്കവും അക്ഷരവും നിരത്തി പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ആഗോള നിർമ്മാതാക്കളുമായി ചേർന്ന് പാട്ടഭൂമിയിൽ വൻ വ്യവസായം തുടങ്ങണമെങ്കിൽ വ്യക്തമായ ഉടമസ്ഥാവകാശം വേണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ വകുപ്പ് മന്ത്രി BJPയുടെ നേതാവ് കൂടിയായിരുന്ന കട്ട സുബ്രഹ്മണ്യം നായിഡുവിന് BPL എന്ന ചന്ദ്രശേഖരൻ്റെ കമ്പനി അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. 2006 സെപ്റ്റംബർ കാലഘട്ടത്തിലാണ് BJPയുടെ ഭരണം നിലനിൽക്കെ ആ മന്ത്രിക്ക് BPL കമ്പനി കത്തയച്ചത്. കട്ട സുബ്രഹ്മണ്യം നായിഡു അന്ന് BJPയുടെ ഏറ്റവും മുതിർന്ന ബംഗളൂരു നഗരത്തിലെ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹമായിരുന്നു മന്ത്രി. വലിയ ബന്ധമായിരുന്നു രാജീവ് ചന്ദ്രശേഖരും ഈ മന്ത്രിയും തമ്മിൽ. സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ എന്തുകൊണ്ട് വ്യവസായം തുടങ്ങിയില്ല എന്ന കാര്യം BPL കമ്പനി വിശദീകരിക്കുന്നുമുണ്ട്. ഇതിൽ ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്തെ മത്സരവും കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇത് തുടങ്ങാത്തതിന് കാരണമെന്നാണ് കമ്പനി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ആഗോള നിർമ്മാതാക്കളുമായി ചേർന്ന് വ്യവസായം തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ആഗോള നിർമ്മാതാക്കൾ ഒരു നിബന്ധന മുന്നോട്ട് വച്ചു. ഭൂമിയുടെ വ്യക്തമായ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ മാത്രമേ വ്യവസായം തുടങ്ങാൻ കഴിയൂ എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനയെന്നും BPL കമ്പനി ആ മന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് ശേഷമാണ് 175 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം BJPയുടെ സർക്കാർ ചന്ദ്രശേഖരൻ്റെ BPL കമ്പനിക്ക് നൽകിയതും അതിനുശേഷം ആ ഭൂമി മറച്ചു വിറ്റ് കോടികൾ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ സ്വന്തമാക്കുന്നതും. 1995 കർണാടക ഭൂമി കുംഭകോണത്തിൻ്റെ തുടക്കം. വ്യാവസായിക സംരംഭം തുടങ്ങാനെന്ന പേരിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡിനെ സമീപിച്ചത് നമ്മൾ ഒരുപാട് വാർത്ത ചെയ്തു. കളർ ടെലിവിഷൻ, ട്യൂബ്, ബാറ്ററി എന്നിവയുടെ നിർമ്മാണം നമുക്കറിയാം. പണ്ടുകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിരുന്നു BPL എന്ന TV കമ്പനി. അതിൻ്റെ ലക്ഷ്യം BPL പറഞ്ഞിരിക്കുന്നത് നിരവധി പേർക്ക് ജോലി കിട്ടുന്നതാണ് സംരംഭമെന്നും BPL അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നു. BPLൻ്റെ വാഗ്ദാനം വിശ്വസിച്ച KIADB ഭൂമി കൈമാറ്റത്തിന് തയ്യാറാകുകയായിരുന്നു. കർണാടകത്തിലെ സർക്കാർ BPLൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളുമെല്ലാം ശിരസാവഹിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ ഉദ്യമത്തിന് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നൽകിയത് വൻ ചതിയായിരുന്നു. 500 ഏക്കറായിരുന്നു BPL ആവശ്യപ്പെട്ടത്. എന്നാൽ ഇവരെ വിശ്വസിച്ചുകൊണ്ട് 175 ഏക്കർ നൽകാമെന്ന് സർക്കാർ സമ്മതിച്ചു. അത് നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരു കോർപ്പറേഷനിൽപ്പെടുന്ന നെൽമംഗലയിൽ നിന്നുള്ള കർഷകരിൽ നിന്നാണ് ഈ ഭൂമി ഏറ്റെടുത്ത് സർക്കാർ ഏക്കറിന് 1,10,000 രൂപ വെച്ച് 175 ഏക്കർ സർക്കാർ ഏറ്റെടുത്ത് ഇവർക്ക് നൽകിയത്. ഇത് 6,45,00,000 രൂപയ്ക്കാണ് BPLന് പാട്ടത്തിന് നൽകിയത്. വൈകാതെ തന്നെ ഈ ഭൂമിയുടെ ലാൻഡ് റൈറ്റ് BPLന് ലഭിക്കുന്നു. 15 വർഷത്തോളം ഈ ഭൂമിയിൽ ഒരു പ്രവൃത്തിയും അവർ നടത്തിയിട്ടില്ല. കാരണം അവരുടെ ലക്ഷ്യം തന്നെ ഈ ഭൂമി സ്വന്തമാക്കി മറിച്ച് വിൽക്കാമെന്നുള്ളതായിരുന്നു, അല്ലാതെ ഒരു വ്യവസായം തുടങ്ങാനും അല്ലായിരുന്നു. 2010-11 കാലഘട്ടത്തിലാണ് ഈ ഭൂമി കൈമാറ്റം നടക്കുന്നത്. അതിൽ മാരുതി സുസുക്കിക്ക് പുറമെ ജിൻഡാൽ, BOC ലിമിറ്റഡ് എന്നിവർക്കും ഈ ഭൂമി ഇവർ വിറ്റു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രേഖ പ്രകാരം 313.9 കോടി രൂപയ്ക്ക് ഈ ഭൂമി വിൽപ്പന നടത്തിയെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പരാതി ഉന്നയിച്ച ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ KN ജഗദീഷ് കുമാറിൻ്റെ കൈവശമുള്ള രേഖ പ്രകാരം 500 കോടിയുടെ കുംഭകോണം BPL കമ്പനി നടത്തിയെന്നാണ് വിവരം. ഏതായാലും 1 രൂപയാണ് തട്ടിപ്പ് നടത്തിയതെങ്കിലും അത് രാഷ്ട്രീയക്കാരനോ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കോ നല്ലതല്ല. രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ ദിവസവും സമരം ചെയ്യുന്നത് എല്ലാവരുടെയും തട്ടിപ്പിനെതിരെയാണ്. അങ്ങനെ സമരം ചെയ്യുന്ന ഒരാൾ 500 കോടിയോളം രൂപ പറ്റിച്ചു എന്നതിൻ്റെ വ്യക്തമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് രാജിയല്ലാതെ വേറെ മാർഗമില്ല. ഇന്ന് നമുക്കറിയാം കേരളത്തിലെ BJP ഏറ്റവും വലിയ വിഭാഗീയതയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള
ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടത് ഒരു പക്ഷേ BJP-യിലെ ചേരിപ്പോര് തന്നെയായിരിക്കാം. ഏതായാലും ആദ്യം പറഞ്ഞതുപോലെ ആത്മാഭിമാനം ലവലേശമുണ്ടെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ രാജിവെക്കേണ്ട ഏറ്റവും ആദ്യത്തെ വ്യക്തിയായി കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ മാറിയിരിക്കുകയാണ്.